കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റിൻ എന്നു പേരുള്ള ഹോട്ടലിലെ 808-ാമത്തെ നമ്പർ റൂമിൽ അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ ടെറസ് സാർവർ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ ട്രെയിനറാണ് അയാൾ. ഇപ്പോഴും സൈന്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം കൂടി ടെറസ് ജാക്സൺ അമേരിക്കൻ സൈന്യത്തിൽ സർവീസ് ഉണ്ട്. ടെറസ് ജാക്സൺ അപ്പോൾ ഇതിനിടയിലാണ് ബംഗ്ലാദേശിലെ ഹോട്ടലിൽ അയാൾ കൊല്ലപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെപ്പെട്ടത്. വലിയ രീതിയിലുള്ള ചർച്ചകൾ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഇദ്ദേഹം വന്നത് നരേന്ദ്രമോദിയെ വധിക്കാനും ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് എന്ന് ഈ സംഭവം അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. പിറ്റേന്ന് സെപ്റ്റംബർ 1 പ്രധാനമന്ത്രി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി ചൈനയിൽ ചെല്ലുന്നത്. ചൈനയിൽ ചെന്ന ഉടനെ തന്നെ ഈ പരിപാടി മുഴുവിപ്പിക്കാതെ നരേന്ദ്രമോദി പുടിനുമായിട്ട്, അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാറിൽ ഏകദേശം 45 മിനിറ്റോളം ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ വച്ച് ഈ മീറ്റിംഗ് കഴിഞ്ഞ് 45 മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് ഒരു റൂമിൽ വെച്ച് ചർച്ച ചെയ്യാതെ പുടിന്റെ കാറിൽ വച്ച് ചർച്ച ചെയ്തത്? അപ്പോൾ ഈ 45 മിനിറ്റിനിടയിൽ നരേന്ദ്രമോദിയെ വധിക്കാൻ എന്തോ വലിയൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഷീ ജിൻപിങ് പറഞ്ഞിട്ടായിരുന്നു, ഷീ ജിൻപിങ് നരേന്ദ്രമോദിയോട് പറഞ്ഞു പുടിന്റെ അടുത്ത് കാറിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ 3 ആളും ചേർന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇത് എന്ന് അതിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിപ്പോർട്ട് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയുടെ നല്ല കാര്യങ്ങൾ ബംഗ്ലാദേശിൽ കൂടുതൽ പ്രചാരണം കൊടുക്കുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട്. അവരിപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ ടെറസ് സർവർ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറിന്റെ ട്രെയിനർ ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിലെ 808-ാമത്തെ റൂമിൽ കൊല്ലപ്പെട്ടത് 20-25 വയസ്സുള്ള 2 സ്ത്രീകളാണെന്നാണ്. വളരെ സുപ്രധാനമായ റിപ്പോർട്ടാണ് അവ പുറത്തു വന്നത്. അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഏത് കോണ്ടസ്റ്റിലാണ് ഈ സംഭവം പുറത്തു വന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ഈ സംഭവം ഉടനെ തന്നെ ഇവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, എന്താണ് ഇതിന് പിന്നിൽ. അപ്പോൾ ഒരാൾ ഈ ഹോട്ടലിൽ കൊല്ലപ്പെട്ടു. ഉടനെ ബംഗ്ലാദേശ് മാധ്യമങ്ങളൊക്കെ ഹോട്ടലിൽ വന്നു. ഹോട്ടൽ അധികൃതർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, അധികൃതർ കൊടുത്ത മറുപടി 27-ാം തീയതി, അതായത് ഓഗസ്റ്റ് 27-ാം തീയതി ഈ ടെറസ് സാർവർ ജാക്സൺ ഇവിടെ എത്തുന്നു. ധാക്കയിൽ വന്നിട്ട് അവിടെ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അതായത് ടൂറിസ്റ്റ് വിസയിൽ വരുന്നു. ചില ബിസിനസ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ്. അതായത് പർപ്പസ് ഓഫ് ഈ വരവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയ ആൾക്കാർ അവിടെ ബിസിനസ് ഒക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിന്റെ മിക്ക ആൾക്കാരും അങ്ങനെ വരുന്നത് ടൂറിസ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ടായിരിക്കും. അപ്പൊ ഇയാളും ബിസിനസ് ഇൻട്രസ്റ്റ് അങ്ങനെ അത് എഴുതി കൊടുത്താണ് ഇവിടെ വന്നത്. ബംഗ്ലാദേശ് അമേരിക്കൻ സൈന്യത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സെർവിങ് സൈനികനായ ഒരാൾ എന്ത് ബിസിനസിന്റെ ഇൻട്രസ്റ്റിലാണ് ബംഗ്ലാദേശിൽ വരേണ്ടത്? അവിടെ തന്നെ പോയില്ല. അവിടെ തന്നെ ഒരു പോയിന്റിൽ ഈ കള്ളത്തരം പൊളിഞ്ഞു. അപ്പോൾ 27-ാം തീയതി റൂം എടുക്കുന്നു. 27-ാം തീയതി രാവിലെ റൂം എടുക്കുന്നു. ഏകദേശം 9 മണിക്കാണ് റൂം എടുക്കുന്നത്. 12 മണിയാകുമ്പോൾ ഇയാൾ പുറത്തേക്ക് പോകുന്നു. പിന്നീട് തിരിച്ചു വരുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. ഈ 27-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഇയാൾ തിരിച്ചു വരുന്നു. പിന്നീട് വീണ്ടും ഇയാൾ പുറത്തു പോകുന്നു. ഒരു 8:30 ആകുമ്പോഴൊക്കെ വീണ്ടും വരുന്നു, പുറത്തു പോകുന്നു. രാത്രി ഒരു 11 മണിക്ക് തിരിച്ചു വരുന്നു. വീണ്ടും രാവിലെ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ക്യാബ് പിടിച്ച് വീണ്ടും പുറത്തേക്ക് പോകുന്നു. എവിടെയാണ് പോകുന്നതെന്ന് ഒരു വിവരവുമില്ല. അപ്പോൾ 29-ാം തീയതി രാവിലെ 9:30-ക്ക് പുറത്തു പോകുന്നു. 29-ാം തീയതി വൈകുന്നേരം തിരിച്ചു വരുന്നു. അന്ന് വൈകുന്നേരം ഏകദേശം 7 മണിക്കാണ് ഇയാൾ തിരിച്ചു വരുന്നത്. പിന്നീട് 9 മണിക്ക് പിന്നെ വീണ്ടും പുറത്തേക്ക് പോകുന്നു. പിന്നീട് തിരിച്ചു വരുന്നത് 31-ാം തീയതി രാവിലെ 10 മണിക്കാണ്. 12 മണിക്ക്, അതായത് 31-ാം തീയതി ഓഗസ്റ്റ് 31-ാം തീയതി 12 മണിക്കാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഈ കൊല്ലപ്പെടുമ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിച്ചു എപ്പോഴാണ് ഇയാൾ വരുന്നത് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ
ഈ ടെറൻ സർവ് തന്നെയാണ്, അതായത് ഈ ജാക്സൺ തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത് എന്നാണ് ഈ ഹോട്ടൽ അധികൃതർ കൊടുത്ത മറുപടി. പിന്നീട് വലിയൊരു വാർത്ത പുറത്തു വന്നു. ഈ അതായത് ടെറർ ജാക്സണിന് വേണ്ടി റൂം ബുക്ക് ചെയ്തത് അമേരിക്കൻ എംബസിയാണ്. അതായത് ഈ ആള് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വന്നാൽ തന്നെ ബിസിനസ് ആവശ്യത്തിന് വരാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അയാൾ ഒരു സർവീസിലിരിക്കുന്ന ഒരു സൈനികനാണ്. അപ്പോൾ ഈ അമേരിക്കൻ എംബസി ബുക്ക് ചെയ്ത് ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനായിരിക്കാം? അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ്. അതായത് ഇവിടെ വെച്ച് അവർ പിടിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവരുന്നു. ആ ദിവസം, അതായത് 31-ാം തീയതി ഏകദേശം പിന്നെ ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത പല ആൾക്കാരുടെ വിവരങ്ങൾ ഇവർ രഹസ്യമായി ഈ മാധ്യമപ്രവർത്തകർ ചേർന്ന് ശേഖരിക്കുന്നു. അതിൽ ഏകദേശം 4ഓളം ഇന്ത്യൻ യുവതികൾ, അതായത് സ്റ്റുഡൻസ് പർപ്പസ്, അതായത് റിസർച്ച് പർപ്പസിന് വന്ന വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. 20-നും 25 വയസ്സും പ്രായമുള്ള 4 യുവതികൾ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ടെറർ ജാക്സൺ കൊല്ലപ്പെടുന്ന 808-ാമത്തെ റൂമിന്റെ 807, 806, 805 റൂമുകളിലാണ് ഈ ഇന്ത്യൻ യുവതികൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് പോയിന്റ്. അതായത് ഇവിടെയാണ് കളി. നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കൻ എംബസിയാണ് ഈ ടെറർ ജാക്സന് റൂം ബുക്ക് ചെയ്ത് കൊടുത്തത്. അയാൾ വരുന്നതിന് മുൻപേ തന്നെ വലിയൊരു ഇൻസ്ട്രക്ഷൻ അമേരിക്ക എംബസിയും അമേരിക്കയുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഹോട്ടലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ദിവസങ്ങളിൽ 28 മുതൽ 31 തീയതി വരെ പുറത്തു നിന്ന് ഒരാൾ ഉണ്ടാവാൻ പാടില്ല. പുറത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലെ സൈനികരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽസോ അങ്ങനെ ഒരാളും ഉണ്ടാകാൻ പാടില്ല. ടൂറിസ്റ്റ് വിസയിൽ അത് അൾട്ടിമേറ്റ് ആയിട്ട് അത് ഒതന്റിക് ആയിട്ടൊക്കെ വേണം ചെയ്യണം, വെരിഫൈ ചെയ്യണം. ടൂറിസ്റ്റ് ആണോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് എന്ന രീതിയിലുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഒരു ഇൻസ്ട്രക്ഷനൊക്കെ ഈ അമേരിക്കൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഈ ഹോട്ടലിന് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് സ്റ്റുഡൻസ് വിസയിൽ വന്ന റിസർച്ച് പർപ്പസിന് വന്ന ഈ 4 ഇന്ത്യൻ യുവതികൾ 807, 806, 805 3 റൂമുകളിൽ ഉണ്ടായിരുന്ന ഏകദേശം 6 പേരുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ്, ഈ 4 പേർ ചേർന്നിട്ടാണ് ഈ ടെറർ സർവ് ജാക്സനെ തീർത്തത് എന്നുള്ള സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശ് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയൊക്കെ ഇന്ത്യക്ക് ഇത് ചോർന്ന് കിട്ടി. ഇന്ത്യൻ ആൾക്കാർ, അതായത് അവിടെ പുറത്തു നിന്ന ഓരോ ഒഫീഷ്യൽസും ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പഴയ സൈനികരും, അങ്ങനെ എല്ലാ അൾട്രാ വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് അന്ന് 27 to 31 എല്ലാ സെക്യൂരിറ്റി ഹാൻഡിലും അമേരിക്ക ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാർ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്കാണ് ആ ഹോട്ടലിലേക്ക് ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്നുള്ള വലിയൊരു ഗൂഢാലോചന ആ ഹോട്ടലിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ അമേരിക്ക, അതായത് ഈ ടെറർ ജാക്സൺ ഇവിടെ വിടുന്നു, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അയാൾ കൊല്ലപ്പെടുന്നു, അയാളുടെ മൃതദേഹം അമേരിക്കയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അമേരിക്കൻ എംബസി തന്നെ കൊണ്ടുപോകുന്നു. ഈ കേസ് മാധ്യമപ്രവർത്തകർ പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ ഈ ഇന്ത്യൻ യുവതികളാണ് ഈ ടെറർ ജാക്സനെ തട്ടിയതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ലോക പോലീസായ അമേരിക്കൻ സെക്യൂരിറ്റി നൽകിയ 4 ദിവസങ്ങൾ ഈ ഹോട്ടലിലേക്ക് ആരെല്ലാം വരുന്നു, അവരുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ഈ ജാക്സനെ തട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമുക്കറിയാം, ഈ ലോകത്ത് എല്ലായിടത്തും കണ്ണുകളുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അജിത് ഡോവൽ. ആ അജിത് ഡോവൽ അറിയാതെ ഒരു ചാര സംഘടനയും ഒരു ഭീകരനും ഒരിടത്തും അനങ്ങില്ല എന്നുള്ളതാണ്. ആ അജിത് ഡോവലിന്റെ കണ്ണ് വെട്ടിച്ചൊരുത്തൻ ധാക്കയിൽ വന്ന് നരേന്ദ്രമോദിയെ സ്കെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്കെച്ച് അവന്റെ നെഞ്ചത്തോട്ട് തന്നെ തിരിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ റിസർച്ച് ഇന്ത്യൻ സൈന്യത്തിലെ പെൺകുട്ടികളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റ് നമുക്കറിയില്ല പല ഇന്റലിജൻസ് ഏജൻസികളിൽ അവരെ പോലെ ഉള്ളവരായിരിക്കാം. എന്തായാലും ഇതൊരു വലിയ, അതായത് അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ പോലും ഒന്നുമല്ല ഇന്ത്യക്ക് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.